ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, ഏത് ഫീൽഡിലായിക്കോട്ടെ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ വി നീഡ് കറക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. കറക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഇല്ലാതെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ഇലോൺ മസ്കിനോടും ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇലോൺ മസ്ക് പറയുന്നുണ്ട്, ഹാവിങ് എ കറക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് ഓവർ ടൈം. ഒരു കറക്റ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവുക, അത് ലൈഫ് ലോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ ചാലഞ്ചിങ് ആയിട്ട് ഇലോൺ മസ്കിന് തോന്നിയൊരു കാര്യം. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കാണിച്ചു തരാം. അയാൾ ചോദിക്കുന്നുണ്ട്, പ്ലീസ് ഗീവ് അറ്റൻഷൻ. ഓക്കെ. One of the biggest challenges I think is making sure you have a corrective feedback loop and then maintaining that corrective feedback loop over time, even when people want to tell you exactly what you want to hear. Okay, having a corrective feedback loop and maintaining that corrective feedback loop over time. ഫസ്റ്റ് അത് ഉണ്ടാവലും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യലും ആണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് തോന്നിയത്. ഇത് നിങ്ങളുടെയും എൻ്റെയും എല്ലാം പേഴ്സണൽ ഗ്രോത്തിനും നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രോത്തിനും എങ്ങനെ യൂസ് ആവും എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ കാണുന്നത്. You will wake up early in the morning and do some works related with my kitchen work, and then you attend the morning session at 6 o'clock. Then I woke up early in the morning, sometime 4:30 I woke up and I attended the morning session every day. I didn't miss any morning session, I think. Yeah, that is the time management. And if we manage the time properly, we can do anything. ഞാൻ ഈ ഒരു മെത്തേഡ് എൻ്റെ ട്രെയിനിങ്ങിൽ ഇട്ടപ്പോൾ ഇത്രയധികം റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ കരുതിയിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് കറക്റ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്, എൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തത്, അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇംഗ്ലീഷ് ഗ്രോത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു ഗ്രോത്ത്. ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വേണം. അതും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് ആയിരിക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, അതായത് ഇലോൺ മസ്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കറക്റ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ഞാനിത് പ്രൂവ് ചെയ്ത് തരാം. ഫീഡ്ബാക്ക് കിട്ടിയാൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പ്രൂവ് ചെയ്ത് തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് പഠിക്കുന്നത് അവർ വളരെ വേഗത്തിൽ ലാംഗ്വേജ് പഠിക്കാനുള്ള കാരണം